വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും മതസാമുദായിക സംഘടനകളുടെ നിലപാടുകൾ നിർണായകമാകാറുണ്ട്. അവർക്ക് വോട്ട് ശക്തി എന്നത് എത്രത്തോളം എന്നതിന് അപ്പുറത്ത് സമുദായ സംഘടനകളെ തൃപ്തിപ്പെടുത്തുക, അവരുടെ വോട്ട് വിഹിതത്തെ നേടിയെടുക്കുക എന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴിതാ ഡീൽ ആരോപണത്തിൽ കാമ്പുണ്ട് എന്ന് കരുതുന്നില്ല എന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറയുന്നു. രാഷ്ട്രീയക്കാർ പാലം വലിക്കുന്നവർ ആകാതെ പാലം പണിയുന്നവർ ആകണം എന്നുകൂടിയാണ് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ സഭ പ്രാധാന്യം നൽകുന്നത് മനസാക്ഷിക്ക് എന്നാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ പ്രതികരണം. സഭ ഉന്നയിച്ച പല വിഷയങ്ങളിലും സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറേ പാസ്സായി വരുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ സഭയുടെ ഒരു ദൗത്യം എപ്പോഴും മനസാക്ഷി രൂപീകരണത്തിലാണ്. അതായത് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസ പരിശീലനവും മനസാക്ഷി രൂപീകരണമാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് വിലയിരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ കേരളം പോലെ വളരെ സാക്ഷരതയുള്ള ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ജനപ്രതിനിധികളുമായിട്ട് നമ്മുടെ കേരളത്തിലെ MP-മാരുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, അവരാരും ഇപ്പോൾ പാർലമെന്റിൽ ഇല്ല. പക്ഷേ അവരുടെ മറ്റ് ഉത്തരേന്ത്യൻ അവരുടെ സുഹൃത്തുക്കളും അതുപോലെ പാർട്ടി കൊളാബറേറ്റേഴ്സും വഴി ഇത് തീർച്ചയായിട്ടും ലോക്സഭയിൽ ഉന്നയിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നിയമം അവതരിപ്പിച്ചതേ ഉള്ളൂ. അതിൻ്റെ ചർച്ചയും വോട്ടെടുപ്പും ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധമായ ഇതിൻ്റെ ക്ലോസുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് സമാനമായ എല്ലാ കേസുകളിലും അത് ബാധകമാണ്. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെയും നിലപാട്, ഇന്നത്തെയും നിലപാട്. എന്നാലും അതിനനുസരിച്ചാണ് ഏറ്റവും അവസാനം ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കിയത്. അതോടുകൂടി കുറേ പ്രശ്നങ്ങൾ മാറിയെന്നാണ് എൻ്റെ. സഭയ്ക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന പ്രതികരണം കത്തോലിക്ക സഭയിൽ നിന്ന് വരുമ്പോൾ ആ വോട്ടുകൾ തീർച്ചയായും ഇടത്തേക്ക് ചായുന്നു എന്നത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്തും അതോടൊപ്പം തന്നെ ഡാനി പോളും ആണ് ചേരുന്നത്. ആദ്യം ശ്രീജിത്തിലേക്ക് ആണ് പോകുന്നത്. ശ്രീജിത്ത്, ഇതാ സഭയുടെ ആവശ്യങ്ങൾ വലിയ തോതിൽ പരിഗണിച്ചു ഇടത് സർക്കാർ എന്ന് പറയുന്നു. പാലം വലിക്കുന്നവർക്കല്ല, പാലം പണിയേണ്ടവർക്കാണ് വോട്ട് നൽകേണ്ടത് എന്ന് സഭയുടെ പ്രതികരണമായി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും കത്തോലിക്ക സഭ ഇപ്പോൾ ഇടതിന് അനുകൂലമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. അങ്ങനെയല്ലേ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായി വരുന്നത്? അഭിലാഷ്, തീർച്ചയായും സഭയുടെ കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ പ്രതികരണങ്ങളും ഇപ്പോഴത്തെ പ്രതികരണങ്ങളുടെ ചേർത്ത് വായിക്കുമ്പോൾ സഭ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവും സമരങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടമാണുള്ളത്. അത് മലയോര മേഖലയിലെ പ്രശ്നമായിക്കോട്ടെ, കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നമായിക്കോട്ടെ, അധ്യാപന നിയമനമായിക്കോട്ടെ, ഇതൊക്കെ സഭ നേരിട്ട് സമരരംഗത്ത് വരികയും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന് ഇനിയും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ സഭ പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ ചെയ്യാത്ത അപൂർവം കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്തു എന്ന് ഇക്കാര്യത്തിൽ സഭയ്ക്ക് സന്തോഷമുണ്ട് എന്ന വാചകമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വ്യക്തമാക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെതിരല്ല, ഇടതുപക്ഷത്തിനെതിരല്ല ഈ സഭ എന്നെങ്കിലും വായിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഫലത്തിൽ സാധാരണഗതിയിൽ കോൺഗ്രസിന് അനുകൂലം ഒക്കെ ആകുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ളത്. ഇതേ തോമസ് തറയിലാണ് ഉമ്മൻചാണ്ടിയുടെ പരിപാടിയിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന നിലയിൽ അഭിപ്രായം പങ്കുവച്ചത്. ആ നിലയൊക്കെ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ പ്രതികരണത്തിന് അർത്ഥങ്ങൾ ഒരുപാടുണ്ട് എന്ന് തന്നെ വായിക്കേണ്ടി വരും. എന്തായാലും സഭ ഇടത് സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നില്ല. ഭരണമാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം ജനമാണ് തീരുമാനിക്കേണ്ടത്. സഭയെ സംബന്ധിച്ച് മനസാക്ഷിയുള്ളവരാക്കി മാറ്റിയെടുക്കുക, വിശ്വാസികളെ വോട്ട് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന നില വരുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 22,000-ഓളം അധ്യാപന നിയമനങ്ങളാണ്. അതായത് കത്തോലിക്ക സഭയ്ക്ക് നേരിട്ട് അവരെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അധ്യാപന നിയമനം. അവരുടെ കുടുംബങ്ങളിൽ ഈ അധ്യാപകരായുള്ളവർ വർഷങ്ങളായി ശമ്പളം പോലും വാങ്ങാൻ കഴിയാത്ത ആളുകളുണ്ടായിരുന്നു. അവരുടെ എല്ലാം വീടുകളിൽ നേരിട്ടൊരു സഹായം എത്തുന്ന സാഹചര്യമാണ് ഫലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കേവലം നിയമ ഭേദഗതി കൂടി
നിയമനങ്ങൾ ഫലത്തിൽ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഒരു സർക്കാരിനെതിരെയുള്ള വലിയ വിരുദ്ധത അത് ശമിക്കുന്നു, സർക്കാരിനോട് സന്തോഷം പ്രകടിപ്പിക്കുന്ന നിലയിലേക്ക് സഭ എത്തുന്നു. അഭിലാഷ്, യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം കത്തോലിക്ക സഭയുടെ ഭാഗത്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളോടൊപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.